ഇനി നമുക്ക് സൂറത്തുൽ ബുറൂജാണ് പാരായണം ചെയ്യാനുള്ളത്. സൂറത്തുൽ ബുറൂജിൻ്റെ പ്രത്യേകത, എല്ലാ ആയത്തുകളും അവസാനിക്കുന്നിടത്ത് എന്തുണ്ട്? കൽക്കലയുടെ അക്ഷരങ്ങളുണ്ട്. കൽക്കല ചെയ്യാന്ന് പറഞ്ഞാൽ സുക്കൂനിനെ ചലിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക എന്നതാണ്. അത് ഖുതുബുജദ്, ഖാഫ് ത ബ ജീം ദാൽ, ഖുതുബുജദ്, ഖാഫ് ത ബ ജീം ദാൽ. ഈ അഞ്ചക്ഷരങ്ങൾക്കാണ് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയും. ഇങ്ങനെയുള്ള അക്ഷരങ്ങളാണ് സൂറത്തുൽ ബുറൂജിലെ അധിക ആയത്തുകളിലും, എല്ലാ ആയത്തുകളിലും 2-3 ആയത്ത് ഒഴികെ എല്ലാറ്റിലും വന്നിട്ടുള്ളത്. രണ്ടായത്ത് മാത്രം, അൽ കബീർ, അതുപോലെ അവസാനം മഹ്ഫൂദ്. ഇങ്ങനെയുള്ള ആയത്തുകൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെയും എന്താണ്? കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളാണ്. വഖഫ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കേൾപ്പിക്കണം എന്നതാണ് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുവാനുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ നാം സൂചിപ്പിച്ചിരുന്ന മണിച്ചുകൊണ്ടും ദീർഘം നൽകേണ്ടതുമായ കാര്യങ്ങളൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് അത് ഓതുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഓതാം. ശ്രദ്ധിക്കുക എല്ലാവരും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ ദാതിൽ ബുറൂജ്. വൽയൗമിൽ മൗഊദ്. അവിടെ ശ്രദ്ധിക്കുക, മൗഊദ്, മൗഊദ്. വൽയൗമിൽ മൗഊദ്. വശാഹിദിൻ വമശ്ഹൂദ്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. അടുത്ത പദം വസ്ലിന്റെ അംസ കൊണ്ട് തുടങ്ങുന്നു. അന്നാരി എന്നാണ് വായിക്കുക. കൂട്ടി വായിക്കുമ്പോൾ ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദിൻ നാരി ദാതിൽ വഖൂദ് എന്നാണ് കൂട്ടി വായിക്കുക. നമുക്ക് മുറിച്ച് തന്നെ വായിക്കാം, ശ്രദ്ധിക്കൂ. അന്നാരി ദാതിൽ വഖൂദ്. إذ هم عليها قعود. وهم على ما يفعلون بالمؤمنين شهود. യഫ്അലൂന മുഅ്മിനീന, ആ സുക്കൂനൊന്നും ചലിച്ചു പോകരുത്, അതായത് ഹർക്കത്ത് പോലെ ഉച്ചരിക്കരുത് എന്നർത്ഥം. ഒന്നും കൂടി പറയാം. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد.
الذي له ملك السماوات والأرض والله على كل شيء شهيد. إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم ഇനി നമുക്ക് സൂറത്തുൽ ബുറൂജ് ആണ് പാരായണം ചെയ്യാനുള്ളത്. സൂറത്തുൽ ബുറൂജിൻ്റെ പ്രത്യേകത